ഇന്ത്യയുമായുള്ള സൗഹൃദം പുതുക്കി പ്രസിഡന്റ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത് വമ്പനൊരു പ്രഹരമാണ്. വർഷങ്ങളായി പാകിസ്ഥാൻ കാത്തിരുന്ന അവരുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാൻ സഹായിക്കുമായിരുന്ന നിർണായകമായ ഒരു കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് കൈമാറാൻ തീരുമാനിച്ചിരുന്നു. ഈ ഔട്ട്സോഴ്സിംഗ് കരാർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. 2025 ഓഗസ്റ്റിൽ ഏകദേശ ധാരണയിലെത്തിയ ഈ കരാറിൽ നിന്ന് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പിന്മാറിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ കേവലം കച്ചവട താല്പര്യങ്ങൾ മാത്രമല്ല, കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് കൂടിയുണ്ട്, ഭൗമരാഷ്ട്രീയം കൂടിയുണ്ട്. നിലവിൽ മധ്യപൂർവ്വ ദേശത്ത് സൗദി അറേബ്യയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും റിയാദിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു. വർഷങ്ങളായി സൗദി സൈന്യത്തിന് പാകിസ്ഥാൻ നൽകുന്ന പരിശീലനവും ഉപദേശങ്ങളും അതിന് പകരമായി ലഭിക്കുന്ന സാമ്പത്തിക സഹായവും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൗദിയോടുള്ള പാകിസ്ഥാന്റെ ഈ അമിത വിധേയത്വമാണ് ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇവിടെയാണ് ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും കടന്നുവരവ്. പാകിസ്ഥാനിൽ നിന്ന് അകലുന്ന ഇന്ത്യയുമായും ഇസ്രയേലുമായും കൂടുതൽ അടുക്കുകയാണ്. പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഗുജറാത്തിൽ നിക്ഷേപം നടത്തുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. കൂടാതെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇസ്രയേലി ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബറാക്ക് 8 മിസൈൽ സംവിധാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്രയേലിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം ഇന്ത്യ വഴി ഈ ആയുധങ്ങൾ എത്തിക്കാനാണ് യുടെ നീക്കം. ഇത് ഇന്ത്യ ഇസ്രയേൽ എന്ന പുതിയൊരു പ്രതിരോധ ത്രികോണത്തിന് രൂപം നൽകുകയാണ്. ചുരുക്കത്തിൽ പരമ്പരാഗത സുഹൃത്തുക്കൾ കൈവിടുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണുന്നത്. മറുവശത്ത് നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക മോഹങ്ങൾക്ക് മേൽ ഏൽപ്പിച്ച ഈ ആഘാതം മാറുന്ന ലോകക്രമത്തിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.